ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ ഗീതുവിനെയും രേഖേനെയാണ്. അങ്ങനെ രേഖയുടെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ ഗീതുവിനോട് പറഞ്ഞപ്പോഴേക്കും ഒരിക്കലും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഈ സുവർണയും അതുപോലെ തന്നെ വരുണേട്ടനുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം ഇങ്ങനെ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ശരിയാകാൻ പോകുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ ഗീതു നിൻ്റെ ഉദ്ദേശം? നീ എൻ്റെ ഒപ്പം വാ. അല്ല ഗീതു, ഗോവിന്ദേട്ടനോട് നീ ഇത് പറയരുത്. ഇല്ല ഞാനിതിപ്പം ഗോവിന്ദേട്ടനോട് പറയുന്നില്ല. ഏതായാലും നീ എന്നല്ലാട്ടോ ചേച്ചി, എൻ്റെ കൂടെ വാ, ഏതായാലും പെട്ടെന്ന് പോയി റെഡിയാകുക എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഗീതുവിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, വരുണിൻ്റെ അടുത്തേക്ക് നേരെ ചെല്ലുക, നേരെ ചെന്ന് കൈയോടുകൂടി പൊക്കുക. അത് തന്നെയാണ് ഗീതുവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ ഗീതുവും രേഖയും കൂടി ചെന്നിറങ്ങുകയാണ്. എങ്ങോട്ടേക്ക്? നമ്മുടെ വരുണും അപർണയും ഉള്ള സ്ഥലത്തേക്ക്. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ രേഖയോട് നമ്മുടെ ഗീതു പറഞ്ഞു, ചേച്ചി തന്നെ പോയി ബെല്ലടിക്ക്, അതാ നല്ലത്, ധൈര്യമായിട്ട് ചെല്ല്, ഞാനല്ലേ പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പെട്ടെന്ന് അവിടെ ഷിബു ഉണ്ടായിരുന്നു. അപ്പോൾ ഷിബു ചോദിച്ചു, അല്ല മേഡം ഞാനും കൂടെ വരണോ? ഹേയ് വേണ്ട, ഏതായാലും അവരെന്നെ അപമാനിക്കാനുണ്ടായ അതേ ട്രാപ്പ് ഞാൻ വരുണിന് വേണ്ടി ഉപയോഗിക്കാൻ പോവുക. എന്തെങ്കിലും ഒരു പാളിച്ച വന്നാൽ അപ്പം തന്നെ ഗോവിന്ദേട്ടനെ വിളിച്ച് അറിയിക്കണം കേട്ടോ ഷിബു ചേട്ടാ എന്ന് ഷിബുവിനോട് പറഞ്ഞു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെന്നു. നമ്മുടെ രേഖ സത്യം പറഞ്ഞാൽ മനസ്സിൽ പേടിച്ചാട്ടോ പോകുന്നത്. അങ്ങനെ പോയി ബെല്ലടിക്കാൻ വേണ്ടി കോളിംഗ് ബെല്ല് അടിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോഴേക്കും തന്നെ നമ്മുടെ ഗീതു ഫോൺ ക്യാമറ ഓൺ ചെയ്തു കേട്ടോ. ഫോൺ ക്യാമറ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ച് വേറെ ഒന്നിനുമല്ല, നമ്മുടെ ഗോവിന്ദനെ കാണിക്കണം അതിനു വേണ്ടി. അപ്പോഴത്തേക്കും നമ്മുടെ രേഖ ഇങ്ങനെ ഒന്ന് പകച്ചു നിന്നപ്പോഴത്തേക്കും പ്രിയേച്ചി ധൈര്യമായിട്ട് കോളിംഗ് ബെല്ല് അടിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേഖ കോളിംഗ് ബെല്ല് അടിച്ചു. കോളിംഗ് ബെൽ അടിച്ചതും വരുൺ വന്ന് വാതിൽ തുറന്നു കേട്ടോ. വരുൺ വന്ന് വാതിൽ തുറന്നതും നമ്മുടെ ഗീതു പെട്ടെന്ന് അകത്തേക്ക് ഫോണുമായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് അകത്ത് കയറിപ്പോയി. അങ്ങനെ അകത്ത് കയറി ചെന്നപ്പോഴത്തേക്കും നമ്മുടെ വരുൺ പറഞ്ഞു, ഗീതു നിൽക്കാനാ പറഞ്ഞ, നീ എങ്ങോട്ടായി പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഗീതു ഒന്നും മിണ്ടിയില്ല. ഗീതു നേരെ ചെന്നു നമ്മുടെ അവർണികയുടെ അടുത്തേക്ക്. അങ്ങനെ അവർണിക അവിടെ ഒരു നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വരുണ, നീ എന്താടി കാണിക്കുന്നതെന്ന് ചോദിച്ചു. എന്താ കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് വന്നത്. ദേ ഷൂട്ട് ചെയ്യുന്നത് കണ്ടോ ഇതിനു വേണ്ടി. അപ്പോഴത്തേക്കും അവർണിക പറഞ്ഞു, ദേ ഷൂട്ട് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അതെ, എനിക്ക് ആവശ്യത്തിനുള്ള തെളിവായി. ഏതായാലും ഇനി ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല, ഇതേ അനാശാസം നടത്താനുള്ള ഇടമല്ല. അതെ, അത് പറയേ, ഈ ഗസ്റ്റ് ഹൗസ് നിൻ്റെ അച്ഛൻ്റെ വകയാണോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഗീതു പറഞ്ഞു, അല്ല നിൻ്റെ അച്ഛൻ്റെ വകയാണോ? അതെ, നിൻ്റെ അച്ഛൻ്റെ വകയാണോ ഇത്? അല്ലല്ലോ, എൻ്റെ അച്ഛൻ്റെ വകയല്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഇത് എൻ്റെ ഭർത്താവിൻ്റെ വകയാ. ഇവിടെ എൻ്റെ ശബ്ദത്തിനുമേൽ നിൻ്റെ ശബ്ദം ഉയരാൻ പാടില്ല. അങ്ങനെ ഉയർന്നു കഴിഞ്ഞാൽ അറിയാലോ ഈ ഗീതു ആരാണെന്ന്. അല്ല, കഴിഞ്ഞ ദിവസം നീ ഒരു ഡയലോഗ് അടിച്ചായിരുന്നല്ലോ, മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരെ തട്ടിയെടുക്കാൻ നടക്കുന്ന യക്ഷികളെ തല്ലണമെന്നല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്? എങ്കിൽ പിന്നെ രേഖച്ചിങ് വാ, രേഖച്ചിക്കാണ് ഇനിയുള്ള ചാൻസ്. ആ യക്ഷി ദേ ഈ നിൽക്കുന്നതാണ്, ഒരെണ്ണം കൊടുക്ക്, കൊടുക്ക്, നല്ലൊരെണ്ണം കൊടുക്കാൻ പറഞ്ഞു. ഏതായാലും നമ്മുടെ രേഖയ്ക്ക് കിട്ടിയ അവസരം രേഖ പാഴാക്കിയില്ല. കാരണക്കുറ്റി നോക്കി സുവർണയുടെ ഒറ്റ അടി അടിച്ചു. എന്നിട്ട് പറഞ്ഞു, ദേ രേഖേച്ചി ഒരെണ്ണം പോരാ, 1-2 കൂടെ അടിക്കാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും നമ്മുടെ രേഖ അടിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ വരുൺ, ദേ എന്താടി നീ കാണിച്ചത്? മിണ്ടിപ്പോകരുത്. അതെ, ഞാനിപ്പോൾ കണ്ണേട്ടനെ വിളിക്കണോ? എങ്കിൽ പിന്നെ അങ്ങോട്ട് മാറി നിൽക്കി വരുണേട്ടൻ, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ഏതായാലും വീണ്ടും 2-3 അടിയൊക്കെ അടിച്ചു നമ്മുടെ സുവർണക്കിട്ട്. ഒരു പെണ്ണും സഹിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ സുവർണ ചോദിച്ചു, അല്ല എന്നെ എന്തിനാ തല്ലുന്നത്? പ്ലീസ് ഇതാരോട് പറയരുത്, ഞാൻ ഇപ്പം തന്നെ പൊക്കോളാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ഗീതു ചോദിച്ചു, അല്ല രേഖേച്ചിയുടെ കലിപ്പ് തീർന്നോ? ദേ എൻ്റെ കലിപ്പ് തീർന്നില്ല ഗീതു. സുവർണേ, ഇനി എൻ്റെ ഭർത്താവിനെ വിളിക്കുകയോ കാണുകയോ ചെയ്താൽ ദേ നിൻ്റെ അവസാനം ആയിരിക്കും എന്ന് പറഞ്ഞ് കൊങ്ങയ്ക്ക് അങ്ങോട്ട് കയറി പിടിച്ച ഒരു ഞെക്കും കൂടെ വെച്ച് കൊടുത്തു കേട്ടോ. ഏതായാലും സുവർണയുടെ സത്യം പറഞ്ഞാൽ ജീവനും ജീവിതവും ഒക്കെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മുടെ ഗീതു പറഞ്ഞു, അതെ ഇനി ന്യൂ ജനറേഷൻ യക്ഷിയെ തിരിഞ്ഞു നോക്കാതെ കണ്ടം വഴി ഓടിക്കോ, കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ലേ, പൊടി എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ സുവർണ അവിടെ നിന്ന് നേരെ വിട്ടടിച്ച് ബാഗും എടുത്തോണ്ട് പോയിട്ടോ. ബാഗല്ല, ഫോണും എടുത്തോണ്ട് പോയിട്ടോ. അങ്ങനെ നമ്മുടെ വരുൺ ഇങ്ങനെ നിൽക്കുകയാണ്. വരുണാണെങ്കിൽ ആകെപ്പാടെ നാണിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം.
ഈ ഒരു സീന് ഷൂട്ട് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ നമ്മുടെ ഗോവിന്ദനെ കാണിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് നന്നായിട്ട് അറിയാമല്ലോ. ഏതായാലും കണ്ടം വഴി നമ്മുടെ സുവർണ ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗീതു അങ്ങ് വരുണിൻ്റെ മുമ്പിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, എന്താ വിചാരിച്ചത്? അല്ല, എന്നെ അങ്ങ് ട്രാപ്പിലാക്കി കളയാന്നല്ലേ വിചാരിച്ചതെന്ന് പറഞ്ഞു. അതെ ഗീതു, ഇതിന് പകരം ചോദിക്കാനേ എനിക്കൊരു അവസരം കിട്ടൂടി. ആയിക്കോട്ടെ, തൽക്കാലം ഈ രാത്രി താമസിക്കാനേ ഒരു സ്ഥലം കണ്ടുപിടിക്കുക. ഇതെൻ്റെ ഭർത്താവിൻ്റെ വകയാണെന്നറിയാലോ. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ. ഞാനേ ഇവിടം പൂട്ടി താക്കോൽ എടുക്കാൻ പോവുക, താക്കോൽ അങ്ങ് കൊണ്ടുപോകാൻ പോവുക. അതും കൊണ്ട് പറയുക, ഏതെങ്കിലും ഹോട്ടൽ റൂം കാണുമായിരിക്കും, എങ്ങോട്ടെങ്കിലും ചെല്ല്. ഇനി എൻ്റെ അനുവാദമില്ലാതെ കണ്ണേട്ടൻ്റെ ഒരു വീട്ടിലും ആരും താമസിക്കണ്ട. അത് ഗോവിന്ദേട്ടൻ പറഞ്ഞാൽ മതി, ഗീതു പറയണ്ട. എന്നാൽ പിന്നെ ശരി, ഈ വീഡിയോ ഞാൻ കണ്ണേട്ടന് അയച്ചു കൊടുക്കാം, എന്നിട്ട് വരുണിനെ വിളിക്കാൻ പറയാം. അത് മതിയോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ വരുണ് ദേഷ്യം വന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങി പോയിട്ടോ. കാരണം വീഡിയോ ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാം. ഈ സമയത്ത് നമ്മുടെ രേഖ പൊട്ടി കരയുകയാണ്. രേഖയ്ക്ക് കരയാനല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഓരോ പെണ്ണുങ്ങളുടെ ഒരു അവസ്ഥയല്ലേ, എന്താണല്ലോ, ഒരു പെണ്ണും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഏതായാലും നമ്മുടെ ഗീതു സമാധാനിപ്പിക്കുകയാണ് രേഖേനെ. രേഖേച്ചി കരയൊന്നും വേണ്ട. എന്തിനാ രേഖേച്ചി കരയുന്നത്? രേഖേച്ചി കരഞ്ഞിട്ട് എന്താ കാര്യം? ഇങ്ങനെ തകർന്നു പോകുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മൾ തോറ്റു പോകുന്നത്. അല്ല ഗീതു, വരുണേട്ടനെ ഈ രാത്രി ഇറക്കി വിടണ്ടായിരുന്നു. വരുണേട്ടൻ എവിടേക്ക് പോവും? അതെ രേഖേച്ചി, ഈ സെൻറ്റിമെൻസാ എല്ലാത്തിനും കാരണം. കല്യാണം നടന്ന കാലം മുതൽ അർഹിക്കാത്ത എന്തോ വന്നതുപോലെ രേഖേച്ചി കരുതിയിരുന്നത്. അതുകൊണ്ടാണ് രേഖേച്ചി ഇങ്ങനെ ഇവരെ സ്നേഹിച്ചത്. അന്നേ നിയന്ത്രിച്ച് നിർത്തിയിരുന്നെങ്കിലേ ഇങ്ങനെ വരുണേട്ടൻ വഴിതെറ്റിപ്പോവില്ലായിരുന്നു. ഗീതു, അതിനെനിക്ക് പറ്റില്ല ഗീതു. ഒരു വാക്ക് പോലും വരുണേട്ടൻ്റെ ശബ്ദത്തിന് മേൽ ഉയർത്താൻ എനിക്ക് അറിയില്ലായിരുന്നു ഗീതു. അങ്ങനെ ഞാൻ ഉയർത്തിയിട്ടുമില്ല. അല്ല, ഈ നടപടിയൊക്കെ കൊണ്ട് വരുണേട്ടൻ നന്നാവുമെന്ന് തോന്നുന്നുണ്ടോ? കിട്ടുന്ന ഓരോ ചാൻസിലും രേഖേച്ചിക്ക് വേണ്ടി അയാളെ നന്നാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഏതായാലും ഇതും ഒരു പാഠമാവട്ടെ. അല്ല ഗീതു, അതുകൊണ്ട് വല്ലതും എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുമോ? വരുണേട്ടൻ എന്നെ സ്നേഹിക്കുമോ? അതിന് രേഖേച്ചി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം രേഖേച്ചി. എല്ലാ കാര്യത്തിലും കണ്ണേട്ടൻ്റെ ആ ഒരു പൂർണ്ണ സപ്പോർട്ടില്ല രേഖേച്ചിക്ക്. അതുകൊണ്ട് ഇനി ഒരിടത്തും വിട്ടുകൊടുക്കാൻ പാടില്ല രേഖേച്ചി സ്ട്രോങ് ആയിട്ട് നിൽക്കണം. രേഖേച്ചി എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് ഫുള്ള് ഡീറ്റെയിൽസ് ചോദിക്കില്ലേ? അതുപോലെ നമുക്കും റൈറ്റ്സ് ഉണ്ട്. ഭർത്താവ് എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊക്കെ നമ്മളും അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ അവകാശമാണ്. അയാളുടെ സ്വഭാവം അത് നമ്മൾ സ്വർണം ഉരച്ചു നോക്കുന്നത് പോലെ നോക്കണം. ഞാൻ പറഞ്ഞില്ലേ, അത് സംശയം കൊണ്ടൊന്നുമല്ല. നമ്മൾ സ്നേഹിക്കുന്ന ഭർത്താവിന് എത്രമാത്രം പരിശുദ്ധി ഉണ്ടെന്ന് നമ്മൾ തന്നെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി പ്രതികരിക്കേണ്ടടുത്ത് എൻ്റെ രേഖിച്ച് പ്രതികരിക്കണം, ബോൾഡാകണം. ഭർത്താവിനെ നമ്മൾ സ്നേഹിക്കുകയൊക്കെ ചെയ്യണം, പക്ഷേ അത് അമിതമാകരുത്. ആ സ്നേഹം ഒരു പരിധിയിൽ കൂടരുത്. അതൊരു കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ രേഖേച്ചിയോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ വിചാരിച്ചാലേ എന്തും മാറ്റാൻ സാധിക്കും. നമ്മൾ ആ ഒരു മനക്കരുത്തോടു കൂടി നിൽക്കണം. അല്ല, എൻ്റെ അനിയൻ സ്വാർത്ഥനും ക്രൂരനും ഒക്കെ ആയിരുന്നെന്നറിയാലോ. ഏതായാലും പ്രിയയ്ക്ക് അവനെ ഒരു പരിധി വരെ മാറ്റാൻ പറ്റിയില്ലേ? അത് പ്രിയയുടെ കഴിവാ. അതുപോലെ തന്നെ കഴിയും രേഖേച്ചിക്കും വരുണേട്ടനെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയും. രേഖേച്ചി ഒന്ന് ശ്രമിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും നമ്മുടെ രേഖ എന്തൊക്കെയോ മനസ്സിലിങ്ങനെ കുറിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ രേഖ പറയുക, ഞാൻ വിട്ടുകൊടുക്കില്ല ഗീതു, ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല എൻ്റെ ഭർത്താവിനെ. വരുണേട്ടനെ ഞാൻ തിരിച്ചു പിടിക്കും, എൻ്റെ നെഞ്ചോട് ചേർക്കും. ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം ഇത് മാത്രം മതി, നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല, അത് മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേഖനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ ഗീതു. അങ്ങനെ നമ്മുടെ ഗീതു തിരിച്ചറക്കൽ തറവാട്ടിലെത്തി. ഗീതുവും രേഖയും കൂടെ നമ്മുടെ ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഗോവിന്ദൻ്റെ കൂട്ടാളിയുണ്ട്, ഇന്നും മഹേഷ് ഉണ്ട് കേട്ടോ. അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും പറഞ്ഞു, ഒരു പരിധി വേണം കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു, അതെ ഗീതു, എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അതെ, ഒരു ഫോറിൻ ട്രിപ്പിന് പ്ലാനുണ്ടോ എന്ന് ചോദിച്ചു. ഫോറിൻ ട്രിപ്പിനോ? അതെന്തിനാ ഗോവിന്ദേ? നമുക്ക് ഗീതുവിനെയും കൂട്ടി ഒരു US വിസ എടുക്കുക, എന്നിട്ട് രണ്ടുപേരും കൂടി ന്യൂയോർക്കിലൊക്കെ പോയി അടിച്ചു പൊളിക്ക്. ഞാൻ വരുന്നില്ല കേട്ടോ, രണ്ടുപേരും കൂടെ പൊക്കോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഗീതു ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മഹേഷ് പറഞ്ഞു, അല്ല നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഹണിമൂണിന് പോയില്ലല്ലോ. ഹണിമൂണിനോ? അതൊന്നും വേണ്ട, ന്യൂയോർക്കിലൊന്നും പോകണമെന്നൊന്നുമില്ല, ഇവിടെ ഏതെങ്കിലും ഒരു പാർക്കിൽ പോയാൽ മതിയായിരുന്നു, ഞാൻ ഹാപ്പി ആയേനെ. അപ്പോഴത്തേക്കും മഹേഷ് പറഞ്ഞു, അതെ എങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, ഇവന് ഉടനെ തന്നെ ഒരു കാനഡ ട്രിപ്പുണ്ട്. അപ്പം പിന്നെ അന്ന്
ആ ഫ്ലൈറ്റിൽ ഓടിച്ചാടി കയറിക്കോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ഗീതു പറഞ്ഞു, കണ്ണേട്ടൻ ഇവിടെ നിന്ന് എവിടെ ട്രിപ്പിന് പോയാലും ഇനി ഞാൻ കൂടെ ഉണ്ടാവും. ദേ ഇങ്ങോട്ട് നോക്ക്, വിസയും ടിക്കറ്റും 2 എടുത്തോ, അങ്ങനെ ഒരു ട്രിപ്പ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനും വരുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതു അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്കും മഹേഷ് നമ്മുടെ ഗോവിന്ദനോട് പറഞ്ഞു, കണ്ടോ കണ്ടോ എടാ, നീ എന്ത് പണിയടാ മഹേഷ കാണിച്ചത്. ഇതിപ്പം വേറെ ഇതായിപ്പോയി. വേണ്ട, ഞാൻ പോകുന്നത് എന്തിനാണെന്ന് നിനക്കറിയാലോ. പിന്നെ ഞാൻ എങ്ങനെയാണ് ഗീതുവിനെ കൊണ്ടുപോകുന്നത്? ഞാൻ അവളുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി പോകുന്നതല്ലേ, പിന്നെ എങ്ങനെയാണ് ഇവളെ കൊണ്ടുപോകുന്നത് എന്നിങ്ങനെ ചോദിച്ചു. നമ്മുടെ ഗോവിന്ദ് പോകുന്നത് വേറെ ഒന്നിനുമല്ല, ഗോവിന്ദൻ്റെ പെങ്ങടെ കാര്യം സംസാരിക്കാൻ വേണ്ടി. അവിടെയാണല്ലോ ഗോവിന്ദൻ്റെ പെങ്ങടെ എന്താ പറയുക കാമുകൻ ഉള്ളത്. അപ്പോൾ അതിനു വേണ്ടി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മഹേഷിന് എന്തോ പോലെ ആയിപ്പോയി, നമ്മുടെ ഗോവിന്ദന് എന്തോ പോലെ ആയിപ്പോയി. അങ്ങനെ മഹേഷ് പറഞ്ഞു, ഞാൻ ഈ പണി കാണിച്ചതേ പിടികൂടാതെ കൂടെ നിൽക്കാനാ. നിൻ്റെ പെങ്ങക്ക് ഉള്ള ജീവിതം ഉണ്ടാക്കാനുള്ള ഈ ഒരു യാത്രയിൽ നിനക്കൊരു ജീവിതം ഉണ്ടാകട്ടേടാ. പുതിയൊരു യാത്ര, പുതിയൊരു തുടക്കം, അതാവട്ടെ. അല്ല എന്തു പറ്റി? അല്ല കോൺട്രാക്ട് മാരേജിൻ്റെ കാര്യമൊന്നും പറയുന്നില്ലല്ലോ, എന്താ അത് മറന്നുപോയോ? ഇപ്പം തന്നെ മനസ്സിലായി. അതെ, നിൻ്റെ മനസ്സേ ആകെ ഒന്ന് മാറിയിട്ടുണ്ട്. ആ മാറ്റം നല്ലതാ മോനെ. നീ ഈ മൂഡ് കളയാതെ ഇതങ്ങ് ഫിനിഷ് ചെയ്യുക, ഇതങ്ങ് പിടിക്കുക എന്ന് പറഞ്ഞ് കുറച്ച് മദ്യമൊക്കെ എടുത്തു കൊടുത്തു. ഏതായാലും നമ്മുടെ ഗോവിന്ദൻ വലിയ സന്തോഷത്തോടു കൂടി തന്നെ ഇരുന്ന് മദ്യമൊക്കെ കുടിക്കുകയാണ്. പിന്നെ നമ്മുടെ ഗോവിന്ദൻ നേരെ റൂമിനകത്തേക്ക് ചെല്ലുമ്പോൾ ഗീതു അവിടെ എന്തൊക്കെ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫയലിൽ. അപ്പം പറഞ്ഞു, ഇതെന്ത് പറ്റിയെന്ന് വെച്ചപ്പോഴത്തേക്കും, അതെ കാനഡയിലേക്ക് പോകല്ലോ, ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതിനു വേണ്ടിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതെ നീ ആദ്യം നിൻ്റെ ആ ഒരു IASൻ്റെ കാര്യം ഒന്ന് ശരിയാക്കാൻ നോക്കാം, എന്നിട്ട് പോരെ ഈ കാനഡയ്ക്കൊക്കെ പോക്കെന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ ഭർത്താവ് പോകുന്ന സ്ഥലത്ത് എവിടെയാണെങ്കിലും ഞാൻ വരും. പിന്നെ ഞാൻ ആരാണെന്ന് അറിയാമല്ലോ, AGMൻ്റെ ചെയർമാൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വരാനായിട്ട് സാധിക്കും. ഞാനില്ലാതെ നിങ്ങൾക്ക് ഏത് പെണ്ണിനെ കൊണ്ടുപോകാനാന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് പെണ്ണുങ്ങളെ കൊണ്ടുപോകാനല്ലോ ഇപ്പം നേരം, ഞാനിവിടെ ക്യൂവിന് പെണ്ണുങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയല്ലേ. അല്ല പിന്നെന്താ എന്നെ കൊണ്ടുപോയാൽ എന്താ കുഴപ്പമിരിക്കുന്നത്? അതെ ദേ AGM ഗ്രൂപ്പിൻ്റെ MD എവിടെ ചലിക്കുന്നുള്ളത് അത് ഈ ചെയർമാൻ അറിഞ്ഞിരിക്കണം. അതും കൊണ്ട് ഞാൻ വരും. അല്ല പിന്നെ ഈ ഗ്ലാമറുള്ള പെണ്ണുങ്ങൾ കൂട്ടത്തിൽ വന്നെന്ന് ഓർത്തിട്ട് വല്ല പ്രശ്നമുണ്ടോ? അല്ല ഇനിയിപ്പം അങ്ങനെ വല്ല പ്രശ്നമുണ്ടേ പറയണമെന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ പൊന്നു ഗീതു, എനിക്ക് നിന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല, ഞാൻ കിടക്കാൻ പോവാ, നീ ആ ഫയലൊക്കെ എടുത്ത് മാറ്റാൻ പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദൻ അവിടെ കിടക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മുടെ ഗീതു പറഞ്ഞു, കണ്ണേട്ടൻ്റെ കാനഡ യാത്രയെ നടക്കാൻ പോകുന്നില്ല. അതും കൊണ്ടാണ് ഞാൻ ഇത്രയും ചൊറിഞ്ഞത്. കണ്ണേട്ടൻ അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് ധ്യാൻ ഇങ്ങോട്ടേക്ക് വരും പെങ്ങളെ തേടി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഗീതുവും പോയി അങ്ങ് കിടന്നു കേട്ടോ. പിന്നെ കാണിക്കും നമ്മുടെ രാധികാമ്മ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും വരുൺ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ വരുൺ വിളിച്ചതും, എന്താടാ വരുൺ എന്നിങ്ങനെ ചോദിച്ചു. അത് അമ്മേനെ ഞെട്ടിക്കുന്ന ഒരു ഇൻഫർമേഷനുമായിട്ടാണ് ഞാൻ ഇപ്പം വന്നേക്കുന്നത്. സുവർണ എൻ്റെ അടുത്തുണ്ട്. അല്ല അതെന്ത് വിവരമാടാ? അമ്മ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ വിവരം. മാനസികമായി തയ്യാറായിക്കോ, നീ കാര്യം പറ. അതെ, ഗോവിന്ദേട്ടൻ്റെ കൂട്ടുകാരിയായിട്ട് അവിടെ ഉണ്ടായിരുന്ന ശിവരഞ്ജിനി ആരാണെന്ന് അമ്മയ്ക്ക് അറിയുമോ? അമ്മ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ശത്രുവിൻ്റെ മകളാ. ആരുടെ മകള്? അത് സുവർണ പറയും. ഞാൻ സുവർണയുടെ കൈ കൊടുക്കാം എന്ന് പറഞ്ഞ് സുവർണയുടെ കൈ കൊടുത്തു. അതെ മേഡം, ശിവരഞ്ജിനി പാട്ടുകാരി വിജയലക്ഷ്മിയുടെ മകളാണ്. ഇത് കേട്ടതും നമ്മുടെ രാധിക ഒരൊറ്റ ഞെട്ടായിരുന്നു, പറയേണ്ട കാര്യമില്ലല്ലോ പ്രത്യേകിച്ച്. അങ്ങനെ ഞെട്ടി സ്തംഭിച്ച് നിൽക്കുന്ന നമ്മുടെ രാധിക ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ വിജയലക്ഷ്മി വെല്ലുവിളിക്കുന്ന കുറച്ച് സീനുകളാണ്. രാധികാമ്മ ഇവിടെ നിന്ന് തോറ്റു പിന്മാറി പോകുന്നത്, അത് മറയ്ക്കൽ തറവാട്ടിൽ നിന്ന് പോകുന്നത് കാണാനാ ഞാൻ വന്നത്. എന്നെ അടിച്ചിറക്കിയ അറയ്ക്കലിൽ ചാണകവെള്ളം തളിച്ച് ശുദ്ധമാക്കിയതിന് ശേഷം ഞാൻ ആരാണെന്ന് ഗീതുവിനെ അറിയിക്കും. ഞങ്ങളുടേതേ പാഴായിട്ടുള്ള ശ്രമങ്ങളല്ല രാധികെ. ഒരു ദിവസം ഞങ്ങളത് വിജയം കാണും, വിജയിച്ചിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ രാധികാമ്മ അടുത്ത സീൻ ഓർക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ആട്ടോ ഓർക്കുന്നത്. നമ്മുടെ ഗോവിന്ദ് പരിചയപ്പെടുത്തുകയാണത്, ഇതെൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ശിവരഞ്ജിനീനെ ഇവള് കുറച്ച് നാൾ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശിവരഞ്ജിനി ഇങ്ങനെ പറയുകയാണ്, എനിക്ക് ഈ വീട്ടിലെ എല്ലാവരും അറിയാട്ടോ എന്നൊക്കെ പറയുകയാണ്. അന്ന് ആ ഒരു ഫംഗ്ഷനിൽ അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. പിന്നെ വേറൊരു സീൻ ഓർക്കുകയാണ്, നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞത്, ഇവള് എനിക്ക് വിട്ട് കളയാൻ പറ്റില്ല, എന്നും എൻ്റെ കൂടെ ശിവരഞ്ജിനി കാണും, അന്നും ഇന്നും എന്നും കാണും എന്നൊക്കെ ഇങ്ങനെ കാണും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർത്തു രാധികാമ്മ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ സുവർണ പറഞ്ഞു, ഞാൻ
ഞാൻ എല്ലാ എവിഡൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞു മേഡം. ഞാൻ അവളുടെ അമ്മയുടെ പേര് അത് ഹോസ്പിറ്റലിൽ കൊടുത്തിരിക്കുന്നത് ഞാനൊന്ന് നോക്കി. അങ്ങനെ പാട്ടുകാരി വിജയലക്ഷ്മിയുടെ മോളാണ് ശിവരഞ്ജനി എന്നുള്ള കാര്യം ഞാൻ കണ്ടുപിടിച്ചു. ഇത് ഗീതുവിനും അറിയാം, ഗീതുവിന് എല്ലാ കാര്യങ്ങളും അറിയാം മേഡം. ഗീതു അന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടതും വല്ലാത്ത ഒരവസ്ഥയിൽ നമ്മുടെ രാധികാമ്മ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ രാധികാമ്മ പറയുക, സുവർണ, നമ്മൾ കിഷോറിനെ വെച്ചൊരു ഗെയിം നടത്തിയപ്പോൾ അതിനേക്കാൾ വലിയൊരു പ്ലേ കണ്ണനും ഗീതുവും കൂടെ ചേർന്ന് നടത്തി. അതിൻ്റെ ഇതാ ഇപ്പം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി അറിയേണ്ടത് ഒന്നു മാത്രം, വിജയലക്ഷ്മിയും കണ്ണനും ഗീതുവും ചേർന്ന് ആ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് എനിക്കെതിരെ മറ്റൊരു കെണി ഒരുക്കുകയാണോ എന്നാ, അതാ എനിക്കറിയേണ്ടത് എന്നിങ്ങനെ ചോദിച്ചു. ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും രാധിക പറഞ്ഞു, അതെ, അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം. അരമണിക്കൂറിനുള്ളിൽ കിട്ടുമെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ. മനസ്സിലായോ? മനസ്സിലായി മാം, ഞാൻ എല്ലാം എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. രാധികയുടെ സമനില തെറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. കയ്യിലിരുന്ന ഫോൺ എടുത്തൊരൊറ്റ എയറായിരുന്നു. എന്നിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുക, കണ്ണൻ എല്ലാം അറിഞ്ഞുകൊണ്ട് എനിക്ക് മുന്നിൽ നടിക്കുകയായിരുന്നു. അല്ലെങ്കിൽ വിജയലക്ഷ്മിയുടെ മോളെ അവൻ ഇവിടെ കൊണ്ടുവരില്ല, അതെനിക്ക് ഉറപ്പാ. അവനും കൂടെ ചേർന്ന ഇതെല്ലാം ചെയ്തത് എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ച് വൈരാഗ്യ ബുദ്ധിയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നമ്മുടെ രാധികാമ്മേനെയാണ് കാണിക്കുന്നത്. ഇതിനിടയിൽ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ രാധികാമ്മയ്ക്ക് കയറി വരികയാണ്. രാധികാമ്മ മനസ്സിൽ വിചാരിക്കുക, ഇനിയിപ്പം വിജയലക്ഷ്മിയും ഗോവിന്ദും തമ്മിലുള്ള ബന്ധം മനസ്സിലായി കാണുമോ? അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണോ, കണ്ണനും കൂടെ ചേർന്നാണോ എന്നെ തകർക്കാൻ നോക്കുന്നത്? എങ്കിലും കരുതിയിരുന്നേ പറ്റൂ എന്ന് പറഞ്ഞ് കൈയൊക്കെ ഇങ്ങനെ മുറുക്ക പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സീൻ കാണിച്ചാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷമായിട്ട് വരാനിരിക്കുന്നത്. അപ്പോൾ കാത്തിരുന്ന് തന്നെ കാണണേ. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.